നിവിൻ പോളിയുടെ പ്രതിച്ഛായ എന്ന സിനിമ വേണ്ട ഇപ്പൊ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഒറ്റ വാക്കി ഈ പടത്തിനെ പറയുവാണെങ്കിൽ ഒരടിപൊളി പൊളിറ്റിക്കൽ ഡ്രാമ, അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ നെഗറ്റീവ്സോ ഒന്നും പറയാൻ പറ്റില്ല. സാധാരണ ഞാൻ ഏതെങ്കിലും ഒരു പടം കാണുമ്പോൾ എനിക്ക് നെഗറ്റീവ്സ് ഒബ്വിയസ്ലി നമുക്ക് നെഗറ്റീവ്സ് ഒക്കെ തോന്നും. പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞ് എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല. ഞാൻ ശരിക്കും ഈ പടം നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പടം. സാധാരണ എനിക്ക് പൊളിറ്റിക്കൽ ഡ്രാമ അങ്ങനത്തെ ഇഷ്ടമാണ്, പക്ഷേ കമ്പയർ ടു അത്ര ഇഷ്ടമല്ല. എന്നാലും ചില ലാഗും അങ്ങനത്തെ പരിപാടിയും എല്ലാം കാണും. പക്ഷെ എനിക്ക് ഈ പടം ഭയങ്കര സ്മൂത്ത് ആയിട്ട്, എന്ന് വെച്ചാൽ തുടക്കം തുടങ്ങുന്നു അതേ രീതി സ്മൂത്തസ് ആയിട്ട് അത് തീരുന്നവരെ നല്ല ഒരു ഇതായിട്ട് പോകുന്നു. നമുക്ക് കഥയൊക്കെ എന്തുവാണെന്ന് മനസ്സിലാവും. നമുക്ക് കഥയുടെ ഒരു തുടക്കം കണ്ടു കഴിയുമ്പോൾ ഇനി എങ്ങനെയാ കഥ പോകുന്നത് എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്നാലും ഇത് കാണുമ്പോൾ ഭയങ്കര എന്താ വെച്ചാൽ ഒരു എന്താണ് പറയുക, ഭയങ്കര ഒരു വെറൈറ്റി എല്ലാം എനിക്ക് അതിനകത്ത് തോന്നി. എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ഈ പൊളിറ്റിക്കൽ ത്രില്ലറൊക്കെ കാണുമല്ലോ, ഡ്രാമ കാണുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലാഗ് അടിക്കാം, അങ്ങനത്തെ പരിപാടിയെല്ലാം തോന്നും. പക്ഷേ ഇത് പടം തുടങ്ങുന്നിടം തൊട്ട് അവസാനം വരെ എനിക്ക് പേഴ്സണലി ഒരു ലാഗും തോന്നിയിട്ടില്ല. നിങ്ങൾക്കും തോന്നത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സത്യം പറ, ഈ പടത്തിൻ്റെ ഏറ്റവും മെയിൻ പോസിറ്റീവ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പടം എങ്ങനെ എടുത്തു വെച്ച രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ആവറേജ് സ്ക്രിപ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ അത് മേക്ക് ചെയ്തു, ആ ഡയറക്ടർ മേക്ക് ചെയ്യുന്ന കൂട്ടിയിരിക്കും ആ പടം. സത്യം പറഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ എന്ന ഡയറക്ടർ സാറ് മേക്ക് ചെയ്തൊരു രീതിയുണ്ട്, അത് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ കുറേ കട്ട് ഷോട്ട്സ്, എന്ന് വെച്ചാൽ മറ്റേ നിമ്പോൾ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നിട്ട് കുറേ കട്ട് ഷോട്ട്സ് ഉണ്ട്, അതെല്ലാം ഉണ്ട് ഇതിനകത്ത് പക്ക. എന്ന് വെച്ചാൽ ഒരു സീൻ തന്നെ ഒരു 5-6 കട്ട് കാണും. ഇപ്പം ഇവിടുന്ന് ഒരു ക്ലോസപ്പ് എടുക്കുകയാണെങ്കിൽ ക്ലോസപ്പിൽ തന്നെ അടുത്ത ഒരു സീൻ ഇപ്പം ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുക, ഇപ്പം നിവിൻ പോളി ഇങ്ങനെ നിന്ന് സംസാരിക്കുക, അതിൻ്റെ 5-6 ഷോട്ട് വരും. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭംഗി എല്ലാം തോന്നും. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ചില സീൻസൊക്കെ എനിക്ക് രോമാഞ്ചം വന്നു. എന്ന് വെച്ചാൽ നിവിൻ പോളി ഒരു പത്രസമ്മേളനത്തിലോട്ട് വരുന്നൊരു സീനുണ്ട്, അത് പീക്ക് സാധനം എനിക്ക് ഭയങ്കര. എന്ന് വെച്ചാൽ അത് പറയാൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നിവിൻ പോളി ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എന്ന് വെച്ചാൽ ആ ഒരു ഫാൻ ബോയ് അങ്ങനത്തെ സാധനമൊന്നുമില്ല. പക്ഷെ അത് കാണുമ്പോൾ എന്ന് വെച്ചാൽ നിവിൻ പോളി വരുന്ന ഒരു ഐറ്റം ഉണ്ട്, ഒരു ഓറ എന്ന് പറയുന്ന സാധനം. അത് എനിക്ക് ലാലേട്ടനിൽ മാത്രം അത്ര ഒരു ഇത് തോന്നിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് തോന്നിയത് നിവിൻ പോളി, പക്ഷേ നിവിൻ പോളിയല്ല തോന്നിയത്. ഈ നിവിൻ പോളി അങ്ങോട്ട് വരുന്നൊരു സീനുണ്ട്, എന്ന് വെച്ചാൽ ഒരു പത്രസമ്മേളനം, അതിനകത്തിലെ ആ ബീജവും എല്ലാം എന്ന് വെച്ചാൽ ഓൾ ടോട്ടൽ അത് ഒരു സെറ്റ് സീനാ. അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇതിന്റെ മ്യൂസിക് ഇത് നന്നായിട്ട്, എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് അവസാനം വരെ മ്യൂസിക്കും ബീജും എല്ലാം അല്ല പക്ക. എന്ന് വെച്ചാൽ ചില പടത്തിൽ നമുക്ക് മ്യൂസിക് ഈ മ്യൂസിക് ഇവിടെ വേണ്ട, അല്ലെങ്കിൽ ഈ ബീജം ഇവിടെ വേണ്ടായിരുന്നു, എന്ന് വെച്ചാൽ എനിക്കത് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട് ചില സിനിമയിൽ. പക്ഷേ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ രണ്ട് കാര്യം എന്ന് വെച്ചാൽ ബാക്കി എന്ന് വെച്ചാൽ വേറൊന്നും കൊള്ളത്തില്ല എന്നല്ല, പക്ഷെ എനിക്ക് ഓൾ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ രണ്ട് കാര്യങ്ങൾ ഇത് എങ്ങനെ മേക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ കട്ട് ഷോട്ട്സും പിന്നെ ഇതിന്റെ മ്യൂസിക്കും അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇനി എൻ്റെ ആക്ടിങ് വൈസിലോട്ട് വന്നാൽ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ആരെയും എടുത്ത് അങ്ങനെയൊന്നും പറയുന്നില്ല. എല്ലാവരും സായികുമാർ ഏട്ടനാണെങ്കിലും ബാലേന്ദ്ര മേനോൻ എല്ലാവരും, നമ്മുടെ മണിയമ്പല രാജചേട്ടൻ എല്ലാവരും, എന്ന് വെച്ചാൽ അശോകൻ ചേട്ടൻ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നിവിൻ പോളി എന്ന് വെച്ചാൽ നിവിൻ പോളി ആ ക്യാരക്ടർ ചെയ്യുമ്പം ഒരു സാധനമുണ്ട്. മറ്റേ മണിയമ്പല രാജചേട്ടൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, ഇത് പണ്ടത്തെ കാലത്താണെങ്കിൽ ഇത് ലാലേട്ടൻ ചെയ്തതിന് അതേ സാധനം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഈ റോള് ചെയ്യാൻ അത് നിവിൻ പോളിക്കേ പറ്റത്തുള്ളൂ. സീരിയസ്ലി നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആ ചെയ്ത് വെച്ചേക്കുന്നത് ചില ഇപ്പം നമുക്ക് തോന്നും ഇത് വേറെ ആക്ടർക്ക് ചെയ്യാലോ, അത് വേറെ ആക്ടർക്ക് ചെയ്യാലോ, പക്ഷെ അത് അങ്ങനല്ല. ഇത് ആ റോള് പുള്ളിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കതങ്ങനെ പേഴ്സണലി ഭയങ്കരമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഈ പടം എനിക്ക് ഭയങ്കര വർക്കാവുകയും ചെയ്തു. എനിക്ക് നമ്മൾ സാധാരണ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ കാണുമ്പോൾ ചില ലാഗും പരിപാടി എല്ലാം കാണും, പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു ലാഗോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കറന്റ് സിനാറിയോ എന്താണ് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ പണ്ടത്തെ എന്താണോ രാഷ്ട്രീയം നടന്നത്, പണ്ടത്തെ കുറേ റിയൽ ഇൻസിഡൻസ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ ആയിരിക്കുമെന്ന്. റിയൽ ഇൻസിഡൻസ് കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ സിനാരിയോയിൽ എന്താ നടക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്, ഇനി വരാൻ പോകുന്നത് എന്താ നടക്കാൻ കാണിച്ചിട്ടുണ്ട്. എല്ലാം എടുത്ത് എന്നുവെച്ചാൽ എല്ലാം കാണിച്ചിട്ടുണ്ട്. എന്താണോ നമ്മൾ നോർമലി എന്ന് വെച്ചാൽ നമുക്ക് ഈ കഥ തുടങ്ങുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒടുക്കമെന്ന് മനസ്സിലാവും. നമ്മൾ കാണുന്ന രാഷ്ട്രീയം അത് നമുക്ക് ഇപ്പം ഞാൻ ഇവിടുത്തെ കാണുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന രാഷ്ട്രീയം എന്താണോ അത് അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓൾ ടോട്ടൽ ഒരു അടിപൊളി പടം. പിന്നെ ഒരാളെ പറയാൻ വിട്ടുപോയി, ഷറഫുദ്ദീനാണ്. നമുക്കറിയാലോ ഷറഫുദ്ദീൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അടിപൊളി ക്യാരക്ടറായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സ്വാഗ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നിവിൻ പോളിയുടെ എന്ന് വെച്ചാൽ അതേ ഒരു ഇതല്ല, പക്ഷെ ഒരു വേറൊരു
ഒരു രീതിയിൽ സ്വാഗ് സാധനമുണ്ട്. അത് ആ മ്യൂസിക്കിന്റെ ആ മേക്ക് ചെയ്ത് എടുത്തു വെച്ചേക്കുന്ന രീതിയും അതിൻ്റെയൊക്കെ തന്നെ എന്ന് വെച്ചാൽ പുള്ളി അഭിനയിച്ച ആ ഒരു മേക്ക് എന്ന് വെച്ചാൽ പുള്ളി അതേ രീതിയിൽ അഭിനയിച്ചു. എല്ലാം കൊണ്ട് എല്ലാ ആക്ടേഴ്സും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ സാർ നല്ല എന്ന് വെച്ചാൽ ആ റോള് ഒരു പൊളിറ്റീഷ്യൻ്റെ റോള് പുള്ളി നല്ല സെറ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചു. വെച്ചാൽ എനിക്ക് എടുത്തു പറയാൻ ഇപ്പം ബാലേന്ദ്രൻ സാറ്, പിന്നെ ഷറഫുദ്ദീൻ, നിവിൻ പോളി, അങ്ങനത്തെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സായികുമാരൻ അഭിനയിച്ചിട്ടുണ്ട്, പുള്ളി നന്നായിട്ട് ചെയ്തിട്ട് എല്ലാവരും അങ്ങനെ ഓരോരുത്തരും എടുത്തൊന്നും നമ്മൾ പറഞ്ഞില്ലേ. ഓൾ ടോട്ടൽ എന്ന് വെച്ചാൽ ചില പടം കാണുമ്പോൾ ഞാൻ പറയും ഇത് വേണ്ടായിരുന്നു, ചില മിസ്കാസ്റ്റ് ആയി പോയി, ഇത്ര ആൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ചില ഈ സീൻസിൻ്റെ ആവശ്യമില്ല, അങ്ങനത്തെ സീൻസിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ ഈ പടത്തിൽ ഞാനിതൊന്നും പറയത്തില്ല. കാരണം മിസ്കാസ്റ്റ് ആയിട്ട് ആരും ഇല്ല, ഓവർ റേറ്റഡ് ആയിട്ടുള്ള സീൻസ് ഇല്ല, എല്ലാം എന്ന് വെച്ചാൽ വെൽ മെയ്ഡ്, വെൽ എഡിറ്റഡ്, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ വെൽ മെയ്ഡാണ്, വെൽ എഡിറ്റഡ് ആണ്, എല്ലാം മേക്ക് ചെയ്ത് വെച്ചാൽ എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു കിടിലം പടം. എന്ന് വെച്ചാൽ ബി ഉണ്ണികൃഷ്ണൻ എന്ന ഡയറക്ടറിൻ്റെ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, പുള്ളി മേക്ക് ചെയ്യുന്നൊരു രീതി ഉണ്ട്. എന്ന് വെച്ചാൽ കിടിലം മേക്കർ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ആറാട്ടിൻ്റെ ട്രോൾ ഇങ്ങനെ ഇടും. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ആറാട്ട് എന്ന മൂവി നമ്മൾ ട്രോൾ ചെയ്യും. പക്ഷേ ഒരു സാധനമുണ്ട്, ആറാട്ട് എന്ന സിനിമ പുള്ളി മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അത് വേറെ അധികം ആർക്കും അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പുള്ളിയുടെ സ്റ്റൈലൊരു മേക്കിംഗ് ഉണ്ട്. അതേ സാധനം നമ്മൾ കണ്ട് ഈ പടത്തിലും കാണാം. എന്നുവെച്ചാൽ നോർമൽ സീൻസ് ഒരു ഓറ നമുക്ക് ആക്കി എടുക്കുന്ന ഒരു സാധനം ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നടന്നു പോകുന്നൊരു സീനായിരിക്കും, പക്ഷേ നിവിൻ പോളി ആ ഒരു നടത്തിയിട്ട് അതെങ്ങനെ മേക്ക് ചെയ്യുന്ന രീതിയിൽ അവിടെ കറക്റ്റ് മ്യൂസിക് പ്ലേ ആകുമ്പോൾ ഒരു ഓറ കിട്ടും. അത് ഈ പടത്തിലുണ്ട് അടിപൊളിയായിട്ട്. എന്ന് വെച്ചാൽ മണിയമ്പിള്ള രാജചേട്ടൻ്റെ ഇന്റർവ്യൂ പറഞ്ഞിട്ട് ഇത് പണ്ടായിരുന്നെങ്കിൽ ഇത് ലാലേട്ടൻ ചെയ്തേനെ, ഇപ്പോഴത്തെ ഇതിൽ ഇത് നിവിൻ പോളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കറക്റ്റ് കാര്യമാണ്. ഇപ്പോഴത്തെ ഇതിൽ ഇത് നിവിൻ പോളിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഓൾ ടോട്ടൽ ഈ പടം ഞാൻ പറയുവാണെങ്കിൽ ഒരു അടിപൊളി പടം. എന്ന് വെച്ചാൽ ഒരു എബോ ആവറേജ് അടിപൊളി പടം. എബോ ആവറേജ് എന്നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം. ഫാമിലി ആയിട്ട് കണ്ടിരിക്കുകയല്ല. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും തോന്നില്ല. പിന്നെ പൊളിറ്റിക്കൽ ഡ്രാമ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു നെഗറ്റീവോ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവോ അങ്ങനത്തെ ഇതൊന്നും വന്നിട്ടില്ല. പോസിറ്റീവ്സ് ആണ് എടുത്തു പറയാനുണ്ട്, ഓൾറെഡി ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ടോട്ടൽ ഈ ഒരു പടം നല്ല പടം. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ടും അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു കിടിലൻ പടമാണ് പ്രതിച്ഛായ. എന്തായാലും പടം നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ഇടുക. അപ്പോൾ ഓൾ ടോട്ടൽ പടം കിടിലാണ്.